ഈ ദിവസങ്ങൾ നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയം ഈശോ നമ്മൾ കൂടെയുണ്ട്, ഭയപിടിക്കൊന്നും വേണ്ട. ദൈവ പദ്ധതിയിലാണ് നമ്മൾ. ഇസ്രായേൽ ജനം എപ്പോഴും പഴയ നിയമ ഇസ്രായേൽ ജനം ധ്യാനിച്ചതുപോലെ തന്നെ പുതിയ ഇസ്രായേൽ ചിന്തിക്കണം. നമ്മുടെ മുമ്പിൽ പഴയ നിയമത്തിൽ മോശം നമ്മുടെ ജനത്തിൻ്റെ മുമ്പിൽ നടന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ മുന്നിൽ നടക്കുന്നത് നമ്മുടെ കർത്താവ് ഈശോയാണ്. നമ്മളെ വീണ്ടെടുക്കാൻ ശക്തനാണ് അവൻ. അവൻ്റെ തിരുച്ചോരയിലും അവനിലും ആശ്രയിച്ചിട്ടുള്ള ഒരാൾ പോലും നശിക്കാൻ ദൈവം അനുവദിക്കില്ല. യോഹന്നാൻ 3:15-16 വചനം നമുക്കറിയാം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകില്ല. അവന് വീണ്ടെടുക്കാൻ ശക്തനാണ് നമ്മുടെ കർത്താവ് ഈശോ. ആ കർത്താവിനോട് ചേർന്നിരിക്കുക, മാക്സിമം ചേർന്നിരിക്കുക. അതാണ് യാക്കോബ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വചനമായി കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. ജെറമ്യാ പറഞ്ഞൊരു ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അഭിഷേകവും കൃപയും നേടിയെടുക്കാൻ പറ്റുക. എന്നുവെച്ചാൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വചനം, വല്ല കൃപയുടെ വചനമാണ്. പുറപ്പാട് പുസ്തകം 14-15 മുതൽ ഉള്ള വചനങ്ങൾ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു? മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക, നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിനചിത്തരാക്കും, അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെ മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനകളുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവിടെ പിമ്പേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ വന്നു നിന്നു. അന്ന് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. മോശ കടലിന് മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായൊരു കിഴക്കൻ കാറ്റയച്ചു കടലിനെ പിറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനി അടുത്തൊരു വചനം കൂടി അതിന് ചേർന്നുണ്ട്. അതായത് അങ്ങനെ ഇസ്രായേൽ ജനം നടന്ന് അക്കരെ കടന്നു. അതിനുശേഷം പറയുന്നത് 26-ാമത്തെ വചനം കൊണ്ട് വായിക്കുകയാണ്. പുറപ്പാട് 14:26. അപ്പോൾ കർത്താവ് മോശയോട് വീണ്ടും പറഞ്ഞു, നിന്റെ കരം കടലിന് മീതെ നീട്ടുക. വെള്ളം മടങ്ങി വന്ന് ഈജിപ്തുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ. മോശ കടലിന് മീതെ കൈനീട്ടി. പ്രഭാതമായപ്പോഴേക്ക് കടൽ പൂർവ്വസ്ഥിതിയിൽ ആയി. ഇവിടെ അച്ഛൻ പറയാൻ പോകുന്നത് ഒത്തിരി വചനമാണ്. ഇതിൻ്റെ ഓരോ വചനവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. 1-ാമത്തെ വചനം, കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു? മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയും. പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നിന്നു പോവുക, ജീവിതത്തിൽ നിന്നു പോവുക. ചിലപ്പോൾ ഒരു കുട്ടി പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, അപ്പോൾ നിർത്തുന്ന കാണാൻ പറ്റും. ചിലപ്പോൾ ചികിത്സിച്ചിട്ട് ഫലം കിട്ടുന്നില്ല, നിർത്തുകയാണ്, എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നവർ. ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് ചില ബുദ്ധിമുട്ടുള്ള പ്രയാസം അവിടെ നിർത്തുന്ന കാണാൻ പറ്റുക. അപ്പം എല്ലാം സ്റ്റോപ്പായി പോകും. അപ്പം ദൈവം പറയും, ഒന്നും ചെയ്യരുത്, മുന്നോട്ട് പോകണം. നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവവേല തുടർന്നത് ചെയ്യണം. നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയും മുന്നോട്ട് പോകും. നീ പുറകോട്ട് പോകരുത്. നിന്നെ എപ്പോഴും പുറകോട്ട് കൊണ്ടുപോകുന്നൊരു ശക്തിയുണ്ട്. നിന്റെ ചിന്തകളെ, നിന്റെ മനസ്സിനെ പഴയതിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക, പൂർവികതയിലോട്ട് പോവുക. പണ്ടുണ്ടായ തിന്മകൾ, തകർച്ചകൾ, പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, ശത്രുക്കൾ, ഇതെല്ലാം നിന്റെ മനസ്സോട് കയറ്റിയിട്ട് നിന്നോട് ഇനി മുന്നോട്ട് പോകണ്ട, നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് നിന്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നെ പിടിച്ചു നിർത്തുന്നൊരു ദുഷ്ടാരൂപിയുണ്ട്. ആ ദുഷ്ടാരൂപി നീ മറികടന്ന് മുന്നോട്ട് പോകണം. ദൈവം നിന്റെ മുന്നിൽ നടപ്പുണ്ടെന്ന് നീ അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ പിന്നാലെ പെടും. നീ നിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, ഉത്തരവാദിത്തങ്ങൾ എന്തായാലും സഭയിലുള്ള ശുശ്രൂഷയാകാം, കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങളാകാം, ആധ്യാത്മിക ശുശ്രൂഷയാകാം, ദൈവരാജ്യ ശുശ്രൂഷകളാകാം. അത് നീ ഭംഗിയായിട്ട് മുന്നോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക, പുറകോട്ട് പോകരുത്. അതിനടുത്ത വചനം പറയുകയാണ്, മുന്നോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക, നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ബ്രേക്ക്. അതായത് മോശയോട് പറയുക, കടലിന് മീതെ നിന്റെ വടി കൈ നീട്ടുക, നിന്റെ കൈ നീട്ടുക, എന്നിട്ട് അത് വിഭജിക്കാൻ പറയുക. പ്രശ്നത്തെ വിഭജിക്കാൻ പറയുക. പ്രശ്നത്തിൽ നീ അത് മാറ്റാൻ പറയുക. നിനക്ക് കർത്താവ് കൃപ തരിക. അവിടെ മോശ ഇത് കൈ നീട്ടുന്നുണ്ട്. പക്ഷെ വലിയൊരു അത്ഭുതം പറയുന്നുണ്ട്. പിന്നീടാണ് വചനത്തിന് അതിനുശേഷം കാണാം ഈ കടൽ രണ്ടായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വചനം മറ്റൊരു വചനമാണ്. ഇസ്രായേൽ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പുറപ്പാട് 14-ന്റെ 18-ന്റെ 2-ാം ഭാഗവും 19-ന്റെ 1-ാം ഭാഗവും പറയുന്നുണ്ട്.
ഇസ്രായേൽ ജനത്തിന്റെ മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിമ്പേ പോകാൻ തുടങ്ങി. ശരിക്കും അവിടെ മുമ്പേ ഒരു ദൈവദൂതൻ പോകുന്നുണ്ട്. മോശ പറയാ, നമ്മുടെ മോശയ്ക്ക് മുമ്പിൽ ഒരു ദൈവദൂതനുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കത് കാണാൻ പറ്റുന്നില്ല. മോശയ്ക്ക് കാണാമത്. ആ ദൈവദൂതൻ അവര് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ പുറകോട്ട് വരിക. പുറകില് മുന്നിലത്തെ തടസ്സം മാറി. അതായത് ചെങ്കടലിനെ വിഭജിക്കുന്നു. അപ്പോൾ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ദൈവദൂതൻ ഇസ്രായേൽ ജനത്തിന്റെ പുറകിലോട്ട് എന്നിട്ട് പുറകെ ശത്രു വരുന്നുണ്ട്. അവിടെ വന്നിട്ട് കാവൽ നിൽക്കുകയാണ്. ഇതൊരു ദൈവത്തിന്റെ സ്നേഹമാണ്. നീ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തിന്റെ മകനും മകളും ആണെങ്കിൽ, നീ ഒരുപക്ഷെ നിന്നെ കാണുന്നില്ലായിരിക്കും, നീ അറിയുന്നില്ലായിരിക്കും, തിരിച്ചറിയുന്നില്ലായിരിക്കാം. പക്ഷേ നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലാലും ശരി, നീ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധ കുർബാന ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, സഭയുടെ മകനും മകളും ആണെങ്കിൽ, ദൈവരാജ്യത്തിന്റെ മകനാണെങ്കിൽ, കർത്താവ് നിന്നെ പുതിയ ഇസ്രായേലിന്റെ അംഗമാക്കിയിട്ടുണ്ടെങ്കിൽ, ഈശോ മിശിഹായുടെ ഭൗതിക ശരീരത്തിന്റെ അംഗമാണ് നീ എങ്കില് നിന്റെ മുമ്പിൽ ദൈവദൂതനുണ്ട്. ആ ദൈവദൂതൻ നിനക്ക് വേണ്ടി വഴി തുറക്കും. ആരടച്ചാലും തുറക്കും. എത്ര വലിയവൻ ഭൂമിയിലെ ആര് വന്നടച്ചാലും ദൈവം നിന്റെ മുമ്പിൽ പോയിട്ട് വഴി തുറക്കുന്ന മാത്രമല്ല, പുറകിൽ വന്നിട്ട് നിനക്ക് സംരക്ഷണവും നൽകും. സങ്കീർത്തനം 139:1 മുതൽ 10 വരെയുള്ള വചനത്തിൽ സങ്കീർത്തകൻ പറയുന്നു, കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കും. ഞാൻ ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, അവിടുന്ന് അറിയുന്നു. എൻ്റെ മുമ്പിലും പിമ്പിലും അവിടുന്ന് കാവൽ നിൽക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോഴും കാവലിരിക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം വെച്ചാല്, നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നീ പേടിക്കരുത്, നീ മുന്നോട്ട് പോവുക. നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ആര് പേടിപ്പിച്ചാൽ നിർത്തരുത്. നീ മുന്നോട്ട് പോകണം. മരണത്തെ പേടിക്കരുത്. സാത്താൻ എപ്പോഴും ചെയ്യുന്നൊരു പ്രവൃത്തി, അവൻ ഭയപ്പെടുത്തുന്നവനാ, ഭയപ്പെടുത്തുക. നമുക്കറിയാം, ആദ്യസഭ മതപീഡനത്തിന് നടുവിലൂടെ പോകുമ്പോൾ ആ നാളുകളിൽ ക്രൈസ്തവരെ ശത്രുക്കൾ, ദുഷ്ടാരൂപികൾ, പ്രത്യേകിച്ച് റോമാൻ പടയാളികൾ ബന്ധിച്ചു കൊണ്ടുപോയിട്ട് റോമിലുള്ള അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലുള്ള സിംഹക്കുഴി കൊണ്ട് ഇടുമ്പോൾ എന്താ ഭയപ്പെടുത്തുകയാ. ഭയം കൊടുത്തിട്ട് ഈ ഭയം കൊടുക്കുമ്പോൾ ഇവർ പെട്ടെന്ന് പറയും, ഞങ്ങൾ വിശ്വാസമപേക്ഷിച്ചു, ഈശോയപേക്ഷിച്ചു, എങ്ങനെ മുന്നോട്ട് പോകാൻ വഴിയില്ലാതാക്കും. എല്ലാവരുടെയും പ്രശ്നം സാത്താനോട് നിന്നെ മുന്നോട്ട് കൊണ്ട് വഴിയില്ലാതാക്കും, നിന്നെ ഒരു അവസ്ഥയിലെത്തിക്കുക, സിംഹക്കുഴി കൊണ്ടിടുവേ, അപകടത്തിൽ നടുവിക്കൊണ്ടിടുവേ. നമുക്കറിയാം, യോഹന്നാനെ, പുതിയ നിയമത്തിന്റെ യോഹന്നാനെ പാത്മോസിന്റെ ദ്വീപിന്റെ തടവറ കൊണ്ടിട്ട് പൂട്ടിയിടുകയാ. പക്ഷേ അവിടെ ദൈവം അടുത്ത വഴി തുറക്കുകയാ. അത് ദൈവദൂതൻ കൂടെയുണ്ട്. ആ ദൈവദൂതൻ വഴി തുറക്കും. അതുതന്നെയാണ് അപ്പോസ്തല പ്രവർത്തനം 16:25 മുതൽ വചനത്തിൽ കാണാൻ പറ്റും. പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ച് തടവറയിട്ടപ്പോൾ ദൈവദൂതൻ ആ രാത്രിയില് വഴി തുറക്കുക, വാതിൽ തുറക്കുകയാണ്. അതായത് ക്രിസ്ത്യാനി നീ അറിയണം, നീ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിലും നിന്റെ മുമ്പിലും പിമ്പിലും ദൈവം തന്റെ ദൂതനെ നിർത്തിയിട്ടുണ്ട്. നീ അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. പാപം ചെയ്യരുത്, തിന്മ ചെയ്യരുത്, അശുദ്ധി ചെയ്യരുത്, വെറുക്കരുത്, അന്ധകാരത്തിന്റെ വഴിയെ പോകാതിരുന്നാൽ മാത്രം മതി. നീ സ്ട്രൈറ്റ് ആയിട്ട് മുന്നോട്ട് പോകും. ദൈവം നിന്റെ മുന്നിലുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ഇവിടെ വഴി തുറക്കുന്നൊരു ദൈവം. പ്രശ്നത്തിന്റെ മുമ്പിലോട്ട് കൈനീട്ടാൻ പറഞ്ഞു. പ്രശ്നത്തിന്റെ മുകളിൽ കൈനീട്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രശ്നം മാറുകയാണ്. തിന്മയുടെ ശക്തിയുടെ മുകളിൽ ശരിക്കും എന്താണ്, കടലിൻ്റെ മീത്, കടൽ ഇപ്പോൾ ഇവിടെ ഈ വചനം കേട്ടുണ്ട്, കടൽ പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണാൻ വയ്ക്കാം. കോടതി കേസുകളാക്കിയോ, കുടുംബ പ്രശ്നങ്ങളാക്കിയോ, നിന്റെ മക്കളുടെ പ്രശ്നങ്ങളാക്കാം, ജീവിത പങ്കാളിയുടെ പ്രശ്നമാകാം, മക്കളുടെ തീരാവ്യാധികളാകാം, കുടുംബ തകർച്ചകളാകാം, സാമ്പത്തിക നഷ്ടങ്ങളാകാം, തോൽവികളാകാം, കണ്ണുനീരുകളാകാം, ഒത്തിരി പ്രശ്ന സങ്കീർണമാകാം, നിന്റെ മനസ്സിൻ്റെ അസ്വസ്ഥതയാകാം, പഴയകാല ഓർമ്മകളാകാം, പഴയകാല വീഴ്ചകളാകാം, ദുരുപയോഗിക്കപ്പെട്ട സംഭവങ്ങളാകാം, അല്ല ജീവിത പങ്കാളി നിന്നെ ത്യജിച്ചതിൻ്റെ തീരാത്ത മുറിവാകാം, നിന്റെ മക്കളെ പീഡിപ്പിച്ചതിൻ്റെ വലിയ വേദനയാകാം, ചതിയുടെ അനുഭവമാകാം, നിന്റെ പ്രിയപ്പെട്ടവരെ കൊന്നതിൻ്റെ വേദനയാകാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഓർത്തോർത്തിങ്ങനെ കരയാ, എല്ലാം ഓർത്തോർത്തിങ്ങനെ കരയാ. അതാണ് ആ പിശാചിൻ്റെ തന്ത്രം, ആ കുട്ടിയുടെ തന്ത്രമാണത്. അത് നീ മൈൻഡ് ചെയ്യരുത്. നീ മുന്നോട്ട് പോവുക. നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. നീ അങ്ങ് അടുത്ത് ചെല്ലുമ്പോൾ കാണാം ആ കടലങ്ങ് മാറും. നീ അടുത്തോട്ട് ചെല്ലണം. നീ കടലിന് പ്രശ്നത്തിൻ്റെ അടുത്തോട്ട് നില്ല, അല്ല പ്രശ്നത്തിൻ്റെ അടുത്തോട്ട് നീ ചെല്ലുക. നീ ധൈര്യമായിട്ട് ഇരിക്കുക. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടെ ഒരു വഴി തുറന്നു വരും. ആ വഴിയാണ് ദൈവത്തിൻ്റെ വഴി, കർത്താവിൻ്റെ വഴി. നീ പ്രശ്നത്തിൻ്റെ മീതെ കൈനീട്ടുക. നിന്റെ കരക്ക് അഭിഷേകമുള്ളതാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് അഭിഷേകമുണ്ട്. നീ കരമുയർത്തുമ്പോൾ ദൈവം മുഖം മറക്കില്ല. നീ ദൈവത്തിന് ആകെ ഒരു പ്രശ്നമുള്ളൂ, നീ പാപത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ, ഈശോയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ, അവിടുത്തെ വചനം അനുസരിക്കാതെ ഉണ്ടോ, ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് നീ പോയിട്ടുണ്ടോ, അന്ധകാരത്തിൻ്റെ വഴികൾ നീ വ്യാപരിച്ചിട്ടുണ്ടോ മാത്രം ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നേരെ മുന്നോട്ടു. അഥവാ തെറ്റ് ചെയ്തിട്ട് നീ ക്ഷമ ചോദിക്കുക, മാപ്പി ചോദിക്കുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നീ കൈ നീട്ടുക. പ്രശ്നത്തിന് നേരെ കൈ നീട്ടുക.
അപ്പോൾ അവിടെ ഒരു വഴി ദൈവം തുറന്നു. കടലിൻ്റെ നടുക്കടലിൻ്റെ നടുവിലൂടെ ദൈവം നിനക്കൊരു വഴി തുറന്നു. ആരും നിന്നെ തൊടില്ല, ഒരു ശത്രുവും നിന്നെ തൊടുകയില്ല. അത് തന്നെയാണല്ലോ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന വചനം. സങ്കീർത്തനം 34 മുതൽ വചനം. ഞാൻ അവിടുത്തെ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിന് ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു. കണ്ടോ, അവരുടെ, അതായത് കർത്താവിന് ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. നിങ്ങൾ ഒറ്റയല്ല. നമ്മൾ പലപ്പോഴും ക്രൈസ്തവ ജീവിതത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒറ്റയാണ്, എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വണ്ടിയെ പോകുമ്പോൾ ജീവിത പ്രശ്നം ഒറ്റയാണ്. എൻ്റെ കുടുംബത്തിൽ ആരുമില്ല, എൻ്റെ മക്കളുടെ കൂടെ ഇല്ല, ഭാര്യയുടെ കൂടെ, ഭർത്താവിൻ്റെ കൂടെ, ആരുടെ കൂടെ, ഞാൻ ഒറ്റയാണ്. വലിയൊരു ഏകാന്തത വന്നിട്ട് മനസ്സിന് ഗ്രസിക്കുന്ന അനുഭവമുണ്ട്. വലിയ ഏകാന്തത വന്നിട്ട് മനസ്സിനെ ഗ്രസിക്കുന്ന ഒരു ദുരനുഭവം. ഇവിടെ നമ്മളത് മാറണം. അതായത് ചിന്തിക്കേണ്ടത് ദൈവമാണ്, ദൈവം എൻ്റെ കൂടെയുണ്ട്, ആ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും, ആ ദൈവം എന്നോട് കരുണ കാണിക്കും, ആ ദൈവത്തിനെ ആശ്രയിക്കുന്നു. മോശയെ പോലെ ദൈവത്തെ ആശ്രയിക്കും. ജനം മുഴുവനും മോശയ്ക്കത് തിരിയുമ്പോഴും മോശ എന്താ ദൈവത്തിനെ തിരിയാത്തത്? കാരണം അവന് ദൈവാനുഭവം ഉണ്ട്. മോശയ്ക്കെതിരെ ജനം മുഴുവൻ തിരിഞ്ഞിട്ടും മോശ എന്താ ദൈവത്തിനെതിരെ തിരിയാത്തത്, പാപം ചെയ്യാത്തത്? കാരണം അവൻ ദൈവത്തെ അറിയാം. അവൻ ദൈവം പ്രവർത്തിക്കുന്ന സമയം അറിയാം. ദൈവം പ്രവർത്തിക്കാം, ഇപ്പം പ്രവർത്തിക്കും, ഉടനെ വരും, ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും. അവൻ നന്നായിട്ട് അറിയാതെ. ഈ ഒരു വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നീ ഇത് തിരിച്ചെടുക്കേണ്ട ഒരു ദിവസമാണ് ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയം തിരിച്ചെടുത്തിട്ട് നീ പ്രാർത്ഥിക്കണം. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കൃപകളൊക്കെ വർഷിച്ചുകൊണ്ട് ദൈവം നിന്നെ മുന്നോട്ട് നടത്തും. അവിടെ വഴി തുറക്കുക. നീ പ്രശ്നങ്ങളുടെ മീതെ കൈനീട്ടി നീ സ്തുതിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, നീ വെളിപ്പെടാൻ പോവുക. നിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുക. ഈ പ്രശ്നം നീ മാറ്റും. ഞാനല്ല മാറ്റും. കൊണ്ട് കാണാൻ പറ്റും. മോശയല്ല ശരിക്കും പറഞ്ഞാൽ കടലിനെ രണ്ടായിട്ട് മാറ്റുന്നത് ദൈവദൂതനാ. അവിടെ മുമ്പേ പോയൊരു ദൈവദൂതൻ അടുത്ത നിമിഷം പുറകോട്ട് മാറുന്നത് കാണാൻ പറ്റും. ആ മുമ്പേ പോയ ദൈവദൂതൻ വഴി തുറന്നിട്ട് പുറകെ വന്നിട്ട് ഇസ്രായേൽ ജനത്തിന് സംരക്ഷണം കൊടുക്കുക. ശരിക്കും നോക്കിക്കേ, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ അതിന്റെ പിന്നില് ഒരു മനുഷ്യകരമല്ല, ദൈവകരമാണ് പുറത്തു കൊണ്ടുവരുന്നത്. ദൈവകരമാണ് അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ച് അവരെ അതിന് വെളിയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ദൈവത്തെ നീ അറിഞ്ഞിട്ടുണ്ടോ? ഈ ദൈവത്തെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ദൈവത്തിന്റെ കരുണ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ ദൈവത്തിന്റെ മഹത്വം നീ അറിഞ്ഞിട്ടുണ്ടോ? അതറിയാത്തതാ നിന്റെ പ്രശ്നത്തിൻ്റെ കാരണം. ദൈവത്തിൻ്റെ കര നീ അറിഞ്ഞ, ആ ദൈവത്തോട് നീ അറിഞ്ഞിട്ടില്ല. അതിന് നീ മാപ്പുറണം. നിന്റെ അഹങ്കാരവും അറിവില്ലായ്മയോ നീ മറ്റു പലരും പറഞ്ഞ് കേട്ടോണ്ടിരിക്കുക. ഇപ്പോഴും നീ സാധാരണ ജനത്തെ പോലെ നീ മോശയോട് പിറുപിറുക്കുന്ന പോലെ നീ ദൈവത്തോട് പിറുപിറുക്കും. സാധാരണ ജനം മോശയോട് പിറുപിറുക്കുന്നത് കാണാൻ പറ്റും. ഇസ്രായേൽക്കാർ മോശയോട് പിറുപിറുക്കുന്ന പോലെ നീ ഇപ്പോഴും പിറുപിറുത്തോണ്ടിരിക്കുക. പ്രശ്നം വരുമ്പോൾ നീ ഓരോ അകലപ്പെടുക. എല്ലാം തീർന്നു, എല്ലാം തകർന്നു, നിരാശ, ജീവിതം അവസാനിപ്പിക്കാം, വിശ്വാസപേക്ഷ, എല്ലാം പോവുക, എല്ലാം തീരുക. അതാണ്. അത് മാറിയിട്ട് നീ മുന്നോട്ട് പോകണം. നീ വിശുദ്ധിയോടെ മുന്നോട്ട് പോകണം. വിശുദ്ധിക്കെതിരായി പാപം ചെയ്യരുത്. നീ പാപത്തിൻ്റെ വഴി പോകരുത്. മദ്യപാനത്തിലേക്കോ, മ്ലേച്ഛ ബന്ധങ്ങളിലേക്കോ, ബ്ലൂ ഫിലിമിലേക്കോ, ഇന്റർനെറ്റിൻ്റെ അഡിക്ഷനിലേക്കോ, അവിഹിത ബന്ധങ്ങളിലേക്കോ ഒന്നും പോകരുത്. പോയാൽ നിനക്ക് അതെല്ലാം എടുത്തിയാട്ടങ്ങളാണ്. അവിടെയെല്ലാം അപകടങ്ങളേ ഉള്ളൂ. അവിടെ ദൈവപദ്ധതി നിന്നെക്കുറിച്ചുള്ള പൂർത്തീകരിക്കപ്പെടില്ല. നീ അത് പോകരുത്. നീ ഉറച്ചു നിൽക്കുക. നീ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുക. വീണ്ടും കാണാൻ പറ്റും, ഇസ്രായേൽക്കാര് ഈ ചെങ്കടലിൽ കടന്ന് അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽക്കാര് ഈ കടലിന് നടുവിലൂടെ പോയത് കണ്ടിട്ട് അതിൻ്റെ പുറകെ ഈജിപ്തിലുള്ളവരും ഫറവോയും സൈന്യവും വരുമ്പോൾ അടുത്ത നിമിഷം ദൈവം പറയുക, മോശേ നീ വീണ്ടും നീ കൈയെടുത്ത് നീ കടലിന് മീതെ നീട്ടിപ്പിടിക്കുക. അതായത് തിന്മയുടെ ശക്തി കയറി വരുന്ന വഴിയിലേക്ക് നീ കൈ നീട്ടിപ്പിടിക്കുക. ആ വാതിലങ്ങ് അടഞ്ഞു വെക്കോളും. നിന്റെ ജീവിതത്തിലേക്ക് സാത്താന്റെ ശക്തികൾ പല രീതിയിലും പല ഭാവത്തിലും കയറി വരുന്നുണ്ടാകാം. ആ വാതിലിനെ അടയ്ക്കണം. തുറക്കുന്ന മോശ, വാതിൽ അടയ്ക്കുന്ന മോശ, തുറക്കുന്നതും അടയ്ക്കുന്നു. ഇത് നിത്യജീവിതമായിട്ട് ബന്ധമുണ്ട്. നിത്യജീവിതമാണ്. ഈശോയുടെ ദ്വിതീയ ആഗമനമായിട്ട് ബന്ധമുണ്ട്. ഈശോ അവസാനം വരുമ്പോൾ, അവൻ മണവാളനായിട്ട് വരുമ്പോൾ അവൻ്റെ കൂടെ ഒരുങ്ങിയിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ട് അവൻ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ, വിവാഹവിരുന്നിന് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അടുത്ത നിമിഷം അവൻ വാതിൽ തുറക്കുന്നുണ്ട്. അവിടെ വാതിൽ തുറക്കുന്നുണ്ട്. തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു. അടുത്ത നിമിഷം വാതിൽ അടയ്ക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ കുറെ പേര് പുറത്തു വന്നിട്ട് കർത്താവ് വാതിൽ തുറക്കണമേ എന്ന് തുറക്കാനായിട്ട് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറയുന്നൊരു സംഭവമുണ്ട്.
എന്ന് പറയുന്ന പോലെ ദൈവം നിന്നെ രക്ഷിച്ച് വാതിലടയ്ക്കും, അകത്ത് കയറ്റി വാതിലടയ്ക്കും. ദൈവം ഇസ്രായേൽ ജനത്തെ മുഴുവൻ ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് ഈ മരുഭൂമിയിലോട്ട് ദൈവം തൻ്റെ ദേശത്തേക്ക് പ്രവേശിപ്പിച്ചിട്ട് വാതിലടയ്ക്കുകയാണ്. അങ്ങനെ വാതിലടച്ചോളും. സാത്താൻ്റെ ശക്തികൾ നിന്റെ ജീവിതത്തോട് കയറി വരുന്ന ചില വഴികൾ കാണാം. മന്ത്രവാദത്തിൻ്റെ കൂടോത്രം ആര് ചെയ്തിട്ട് ഏത് കൂടോത്രത്തിൻ്റെ വഴിയിലൂടെ കയറുമെങ്കിലും നിന്റെ കൂടെ നീ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഒന്ന് കൈനീട്ടിയാൽ മതി. നീ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ മതി, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ മതി. യേശുവിൻ്റെ ചേർന്ന് നിൽക്കണം. നീ കർത്താവിന് ദൂതനായിരിക്കണം. നീ മാലാഖയെ പോലെ ദൂതനായിരിക്കണം. നീ ദൈവത്തോട് വിശ്വസ്തതയുള്ള വ്യക്തിയാണെങ്കിൽ, നീ വിശുദ്ധി പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ, നീ വീണ്ടും കൈനീട്ടി പിടിക്കുമ്പോൾ ആ വാതിൽ ദൈവം അടയ്ക്കും. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അടയേണ്ട സമയത്ത് അടച്ചു. ദൈവം അടച്ചിരിക്കുന്നത് അതിങ്ങ് കയറി വരും, പക്ഷേ അടുത്തു വരില്ലത്. അത് അതുവഴിക്ക് പൊക്കോളൂ. അതുവഴി ദുഷ്ടാരൂപികൾ പല രൂപത്തിലും പല ശൈലികളിലും ലോകത്തിൽ ചരിത്രത്തിൽ സഭയെയും വിശ്വാസത്തെയും വൈദികരെയും വിശ്വാസത്തെയും കൃപകളെ ഒക്കെ തകർക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവിടെ വിജയിക്കാഞ്ഞിരുന്നത് നമ്മുടെ കഴിവ്. ഒരിക്കലും അവിടത്തേക്കല്ല, മോശയുടെ കഴിവല്ല അവിടെ പ്രവർത്തിക്കുന്നത്. മോശയിൽ അവിടെ ദൈവദൂതൻ, ദൈവത്തിൻ്റെ ശക്തിയാണ്. പുതിയ നിയമത്തിൽ നമുക്കറിയാം, പഴയ നിയമത്തിൻ്റെ മോശ ഈശോയുടെ പ്രതീകമാണ്. പുതിയ നിയമത്തിൽ ഈശോയിൽ വരുമ്പോൾ ഈശോ സർവശക്തനാണ്. അവൻ അതായത് നിയമത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും എല്ലാം പൂർത്തീകരണം സർവ്വതും ഈശോയിലാണ് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈശോയ്ക്ക് സർവശക്തിയുണ്ട്. അവിടെ ഈശോ വരുമ്പോൾ ഈശോ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നു, വാതിലടയ്ക്കുന്നു. രണ്ടിനുമുള്ള കൃപയുണ്ട് ഈശോയ്ക്ക്. ഈശോ രണ്ടുമുണ്ട്, തുറക്കാൻ അടയ്ക്കാൻ. അതായത് ഈശോയ്ക്ക് സാത്താനെ ബന്ധിച്ച് പാതാളത്തിലേക്ക് പൂട്ടുന്നു, അടച്ചിടും. അവന് കയറി വരാത്തവൻ ദൈവം പൂട്ടും. അത് ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോയുടെ ബന്ധം ആടപ്പെടട്ടെ. അവൻ ഇടപെട്ട മാത്രമേ നടക്കുകയുള്ളൂ. അല്ല നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ കഴിവുകൊണ്ടോ നിന്റെ ശേഷി കൊണ്ടോ അല്ല ഇത് നേടിയെടുക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ നടുവിൽ തകർന്നിരിക്കുന്ന ദൈവമക്കളെ, ഏത് പ്രശ്നമുണ്ട്, ജോലി പ്രശ്നം, ജോലി സ്ഥലത്തെ പ്രശ്നം, നിനക്ക് ചുറ്റുമുള്ള തിന്മയുടെ ശക്തികളാകാം, നിന്നെ മ്ലേച്ഛതയിലോട്ട് കൊണ്ടുപോകുന്ന യുവാക്കൾ യുവതികൾ കാണാം, നിന്റെ പാപത്തിൻ്റെ വഴിയിൽ കൊണ്ടുപോകുന്ന ആളുകൾ കാണാം, നിന്നെ നശിപ്പിക്കുന്ന ആളുകൾ കാണാം. ഇതൊന്നും പെട്ടുപോകരുത്. നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നിനക്കെതിരെ വരുന്ന എല്ലാം തകർന്നു മാറിപ്പോയിക്കൊള്ളും. നിന്റെ സമ്പത്തിനെതിരെ, നിന്റെ വിശ്വാസത്തിനെതിരെ, നിന്റെ മക്കൾക്കെതിരെ ഒക്കെ കടന്നു വരുന്ന തിന്മയുടെ ശക്തികൾ വിട്ടുപോയിക്കൊള്ളും. ജോബിൻ്റെ പുസ്തകത്തെ വായിക്കുന്ന പോലെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ വചനം എഴുതിയിട്ടുണ്ട്. അതായത് വലിയൊരു വചനമാണ്. അതായത് നമുക്കറിയാം, ദൈവമായ കർത്താവ് ജോബിൻ്റെ ഭവനത്തിനും അവൻ്റെ വസ്തുവിനും അവൻ്റെ കുടുംബത്തിനും എല്ലാം ചുറ്റും വേലി കെട്ടി ദൈവം സംരക്ഷിക്കുന്ന കാണാൻ പറ്റും. ഇതുപോലെ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം നിനക്ക് ലഭിക്കട്ടെ. ജോബിനെ പോലെ നിഷ്കളങ്കതയോടെ കൃപയോടെ ജീവിക്കുമ്പോൾ നിനക്കത് അനുഭവിക്കാനായിട്ട്, സ്വന്തമാക്കാനായിട്ട് തീർച്ചയായിട്ടും നിനക്ക് സാധിക്കും. അവിടെ വചനം ഇതാണ്, ജോബിൻ്റെ പുസ്തകം 1-ന്റെ 10-ാമത്തെ വചനമാണ്. 10-ാമത്തെ വചനം, അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും വീടിന് ചുറ്റും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങ് പൊതിയണമേ കർത്താവേ. ഇവരെ നശിപ്പിക്കാനായിട്ട് വരുന്ന പറവോട് സൈന്യങ്ങൾ, സാത്താൻ്റെ സൈന്യങ്ങൾ, ഇവിടെ വിശ്വാസം തകർക്കുന്ന, ഇവിടെ വിശുദ്ധി തകർക്കുന്ന, കുടുംബസമാധാനം തകർക്കുന്ന, ഇവിടെ സ്നേഹം തകർക്കുന്ന, ഇവിടെ പ്രാർത്ഥനാ ജീവൻ തകർക്കുന്ന, ഈശോയെ നീയുമായിട്ടുള്ള ബന്ധം തകർക്കുന്ന എല്ലാ ശക്തികളെ അങ്ങയുടെ ദൂതന്മാരെ അയച്ച് നിർവീര്യമാക്കണമേ, ദൂരെ അകറ്റണമേ കർത്താവേ. നിന്റെ തിരുരക്തത്തിൻ്റെ വലിയൊരു സംരക്ഷണ കോട്ട ഇവർക്ക്, ഇവരുടെ ഭവനത്തിനും ഇവർ കുടുംബത്തിനും ഇവർ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം കൊടുക്കണം കർത്താവേ. അങ്ങയുടെ കരങ്ങളിലായിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ മുഴുവനായ അങ്ങയുടേതാണെന്ന് ഏറ്റുപറഞ്ഞു. ഞങ്ങൾ മുഴുവനായ അങ്ങയുടേത് മാത്രമാണ് കർത്താവേ. ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങളെ പൊതിയണമേ. ഒരിക്കലും ദുഷ്ടാരൂപികൾ ഞങ്ങളെ ഉപദ്രവിക്കാനോ സ്പർശിക്കാനോ നീ ഒരിക്കലും സമ്മതിക്കരുത്. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം, വലിയ കൃപ ഞങ്ങൾക്ക് ധാരാളമായിട്ട് തരണമേ. പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും കൃപയ്ക്ക് മേൽ കൃപയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സമയത്ത് ആരാധനയിലൂടെ നമുക്ക് പ്രാർത്ഥിച്ച് വലിയ സൗഖ്യവും കൂടുതലും പ്രാപിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കണം.